26-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുള്ള ഡേറ്റ് വരെ വന്നു. ഇനി എനിക്ക് വിസ വന്നാൽ മതി. പക്ഷേ ആ സമയമാകുമ്പോഴത്തേന് UK-ലെ നിയമം തന്നെ മാറി. UK ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ട. അവിടെയും പാളി. അപ്പൊ എല്ലാവരും കളിയാക്കാൻ വീണ്ടും തുടങ്ങി. അപ്പൊ ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ പരീക്ഷിക്കല്ലേ, എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് നിന്നെ ഏറ്റുപറയാൻ എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ അമ്മയോട് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് UK-ലെ എൻ്റെ അനിയൻ UK-ലുണ്ട്. അവൻ മുഖാന്തരം ഒരു കെയർ ഹോമിലെ മാനേജറുമായിട്ട് പരിചയപ്പെടാൻ ഇടവരികയും എൻ്റെ കറക്റ്റ് സമയത്ത് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് വേണം. അപ്പം മറ്റേ ഏജൻസിക്കാരുടെ ഇത് വെയിറ്റിങ്ങിലാണ്. അത് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞു അവരെനിക്ക് ആ മാനേജറുടെ നമ്പർ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ മെസ്സേജ് ഇട്ട്. ഞാൻ മെസ്സേജ് ഇട്ടു. അവരെന്നെ തിരിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ആർ യു റെഡി ഫോർ ഇന്റർവ്യൂ എന്ന് എന്നോട് ചോദിച്ചു. ഓക്കെ മാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഓക്കെ നാളെ നീ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് നീ എനിക്ക് മെസ്സേജ് ഇട്ട്, ഞാൻ വീണ്ടും നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഞാൻ മെസ്സേജ് ഇട്ടു. അവരെന്നെ വിളിച്ചു. വീണ്ടും അവർ ഇന്റർവ്യൂ നടത്തി. ഓക്കെ ഞാൻ നിന്നെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈസ്റ്ററിന്റെ സമയമായപ്പോൾ അവർ നാട്ടിൽ പോന്നു. അവർ തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് COS ഇഷ്യൂ ചെയ്തു. ആ സമയത്തൊക്കെ UK-ൽ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുവാണ്. ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആളെ വേണ്ട. പക്ഷെ ഞാൻ അമ്മയിൽ സമർപ്പിച്ചു, അമ്മേ ഇതെനിക്ക് നീ തന്നേ പറ്റൂ. എന്നെ നാണം കെടുത്തിയവരുടെ മുമ്പിൽ എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന് പറയണം, ഇതെനിക്ക് അമ്മ തന്നതാണെന്ന് എനിക്ക് പറയണം. അങ്ങനെ പറഞ്ഞു. ഞാനും കൂടെ 2 പേരുണ്ട്. പക്ഷെ അവരെ ഞാൻ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അവരെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആ മാനേജർ പറഞ്ഞാണ് 2 പേരും കൂടെ ഉണ്ട്, ഒന്ന് ബോംബെയിലുള്ളതും ഒന്ന് എറണാകുളത്തുള്ളതും. അപ്പോൾ അവരുടെ നിയമത്തെ ബാധിക്കും അവരുടെ നമ്പർ തരാൻ. അങ്ങനെ ഇന്ന് വരെ എനിക്ക് ആ നമ്പർ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ VFS പോകാനുള്ള ഡേറ്റ് വരെ കിട്ടി. ആ ഡേറ്റ് കിട്ടി. ഞാൻ VFS പോയി. കഴിഞ്ഞ മാസം 4-ാം തീയതി എനിക്ക് VFS അപ്പോയിൻമെന്റ് കിട്ടി. ഞാൻ വിസയ്ക്കുള്ള എല്ലാ സബ്മിഷനും കൊടുത്തു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും, വിസ വന്നു എന്നുള്ള ആ മെസ്സേജ് കാണാനും. അല്ലെങ്കിൽ എനിക്ക് വിസ കിട്ടി, ഇന്നേരത്ത് നീ വന്ന് വിസ കളക്ട് ചെയ്യാനുള്ള ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അനിയൻ പറഞ്ഞു ഒരാൾക്ക് വിസ അപ്രൂവലായി, ഒരാൾക്ക് കിട്ടി. ഓക്കെ അപ്പോൾ അടുത്തത് എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ നോക്കിയൊരു പീഡിവെട്ട് പോലെ ഒരു ദിവസം ഞാൻ ബൈബിൾ എടുത്ത് നിന്നിട്ട് ഫോൺ ഇങ്ങനെ എടുത്ത് സമയം എന്തായെന്ന് നോക്കാൻ നേരത്താണ് മെയിൽ വരുന്നത്. UK-ന്റെ പുറത്തുനിന്നുള്ള ആളെ ഇപ്പോൾ എടുക്കാനുള്ള ഇതില്ല. അങ്ങനെ എന്തുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ നിന്റെ കെയർ ഹോമിലേക്ക് കൊടുത്തേക്കാണ്. അതിനുള്ള മറുപടി 10 ദിവസത്തിനകം ഞങ്ങൾക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് നിനക്ക് വിസ കിട്ടുകയുള്ളൂ. ഞാൻ തകർന്നു പോയി. ഞാൻ ആ ബൈബിൾ അവിടെ നിവർത്തി വെച്ചിട്ട് മുട്ടേ നിന്നു. അമ്മ എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ. ഞാൻ പറഞ്ഞു അമ്മേ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന നീ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ നീ മറന്നു പോയതായിരിക്കും. പക്ഷെ ഞാൻ നിന്നെ മറക്കില്ല. എനിക്ക് ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല. നീ മാത്രമാണ് എൻ്റെ ആശ്രയം. അവിടെ നിന്ന് ഞാൻ കാശ് രൂപം കൈ പിടിച്ച് കൈ വിടർത്തി മുട്ടേ നിന്ന് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കാൻ, ഇതിന് അപ്പീൽ പോകാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ കറക്റ്റ് 10-ാമത്തെ ദിവസം അവർ ചോദിച്ചേക്കണ UK ഗവൺമെന്റ് അവർ ചോദിച്ചേക്കണ 10 ദിവസമായിരുന്നു. ആ 10-ാമത്തെ ദിവസം ആയി കഴിയുമ്പോഴത്തേന് അവരുടെ ഈ ഡയറക്ടർ മാനേജറോട് പറഞ്ഞു ഇതിനകത്ത് നീ അവർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും നിനക്ക് പറ്റുന്നത് നീ ചെയ്തു കൊടുക്കുക. അവർ ആ സൈറ്റിൽ കയറി അവിടെയുള്ള കുറച്ച് പേര് ഇന്റർവ്യൂ ചെയ്തു. അവർക്ക് അതിനകത്ത് അവർ സാറ്റിസ്ഫൈഡ് അല്ല, ഞങ്ങൾ ഇത് ജോയിനെ തന്നെ തിരഞ്ഞെടുത്തേക്കണോ എന്നുള്ളത്. കറക്റ്റ് 10-ാമത്തെ ദിവസം അവർ മെയിൽ ചെയ്തു. ആ ഡയറക്ടർ പേഴ്സണലായിട്ട് മെയിൽ ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് വന്നു, നിന്റെ വിസ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞ്.